2016 എൻ്റെ ഓർമ്മ ശരി 2006 ഇലക്ഷൻ അതിൽ ഗൗരമ്യായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിജയം എങ്ങനെ കാണുന്നത്? ഗൗരമ്മയുടെ അടുത്ത കൂടെ നിന്ന ഒരാളായിരുന്നു. ഞാനന്ന് എൻ്റെ വിജയം കഴിഞ്ഞപ്പോൾ കലാകുമുദി ഉൾപ്പെടെയുള്ള പല പ്രസിദ്ധീകരണക്കാരും എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ഈ വിജയത്തെ എങ്ങനെ കാണുന്നു. എല്ലാ മീഡിയക്കാരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പരാജയപ്പെടുത്തിയതിൽ നിന്ന് എന്ത് ഫീലാണ് ഉണ്ടാകുന്നത്. അപ്പം ആ മീഡിയാസൊക്കെ ജെയിൻ കില്ലർ എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷിച്ച് ഇരിക്കുന്നത്. ഗൗരിയമ്മ പാർട്ടി വിട്ടു പോവുകയും JSS ഉണ്ടാകുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഗൗരിയമ്മയോടൊപ്പം ചെല്ലുമെന്ന് ഗൗരിയമ്മ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അത്രത്തോളം മാനസിക അടുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല, ഞാൻ പാർട്ടിയോടൊപ്പം നിന്നു. അത് കഴിഞ്ഞാണ് പിന്നെ മത്സരം. പിന്നെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് കൗണ്ടിങ് സ്റ്റേഷനിലാണ്. മുഖാമുഖം ഇരുന്ന്, അതായത് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറുടെ കൗണ്ടറിൽ ഇരിക്കുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ചീഫ് പ്രതിനിധിയോ ആയിരിക്കും. അപ്പം ഞങ്ങൾ കാൻഡിഡേറ്റ്സ് തന്നെയാണ് ഇരുന്നത്. ഞാനും ഗൗരിയമ്മയും മുഖാമുഖം ഇരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ വന്നപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഞാൻ 4589 വോട്ടിന് ജയിച്ചു. ഗൗരിയമ്മ എനിക്ക് ഒരു ഷെയ്ക്കാൻഡ് തന്നു. സത്യം പറയാമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൂടെ ഒരു മിന്നൽ പിണർ ഇങ്ങനെ കടന്നു പോകുന്ന വേദനയോ വിഷമോ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അത്തരമൊരു ഫീലാണ് ഉണ്ടായത്. അപ്പോൾ ഉള്ളിൽ പുറമേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ വല്ലാതെ നീറ്റൽ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതരം എന്താ പറയുക ഒരവസ്ഥയായിരുന്നു. ആളുകളുടെ മുമ്പിൽ നമ്മൾ വലിയ ജെയിൻ കില്ലറൊക്കെ ആയെങ്കിലും നമ്മൾ ഗൗരിയമ്മയല്ലേ പരാജയപ്പെടുത്തിയത്. ഗൗരിയമ്മ ജീവിതത്തിൽ ഒരിക്കലും മുമ്പ് പരാജയപ്പെട്ടുള്ള ശ്രീനിവാസനോടാണ്. രണ്ടാമത്തെ പരാജയമാണ് എന്നോടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എന്താ പറയുക, ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ മന്ത്രിയായി ദീർഘകാലം പലവട്ടം 6-7 തവണ മന്ത്രിയായി, 50 വർഷക്കാലം MLA ആയി, ഇങ്ങനെ പലതവണയായി ജയിച്ചു വന്ന് അവർ പിന്നെ ജയിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ പ്രവർത്തനത്തിന് വിരാമം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരാൾ എന്ന നിലയിൽ അവരെപ്പോലെ ഇത്രയും കേരളത്തിലെ ഏറ്റവും ത്യാഗം അനുഭവിച്ച നേതാവ്, ഏറ്റവും കൂടുതൽ ഇത്രയും ഗൗരിയമ്മകളും ത്യാഗം അനുഭവിച്ച ഒരു നേതാവ് വേറെയില്ല. അത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ച നേതാവാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ തലമുതിർന്ന നേതാവിനെ പരാജയപ്പെടുത്തിയ അവരുടെ പൊതുജീവിതം എന്ന് വെച്ചാൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള അവരുടെ ജീവിതത്തെ അവസാനിപ്പിച്ചൊരു വില്ലൻ്റെ റോളാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഓർക്കുമ്പോൾ ചില കുറ്റബോധവും എനിക്ക്. അല്ലാതെ ജയിച്ചല്ലോ എന്നുള്ള സന്തോഷവും, പിന്നീട് ഇങ്ങോട്ട് ജയിച്ചാൽ വന്നത് 2-3 ഇലക്ഷൻ ജയിച്ചു വന്നു. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ 20 പേരിൽ ഒരേ ഒരാളെന്ന നിലയിൽ ഞാൻ മാത്രമാണ് ഇടതുപക്ഷത്തുനിന്ന് ജയിച്ചത്. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് ആ വിജയങ്ങളെല്ലാം നമ്മൾ വലിയ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു മുറിപ്പാട് കിടക്കുന്നത് ഗൗരിയമ്മയാണല്ലോ പരാജയപ്പെടുത്തുന്നത് ഓർക്കുമ്പോൾ ഒരു വില്ലൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നതിന് വേദന തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അത്, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗൗരിയമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്കൊക്കെ കുറേ വിരോധവും ദേഷ്യവും കോപമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്നെ സ്നേഹിച്ചു തുടങ്ങി. അത് ഗൗരിയമ്മ ഓപ്പണായിട്ട് 101ാം വാർഷികം 100ാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ പിണറായി സഖാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രസംഗിച്ച് പാർട്ടിയോടുള്ള എതിർപ്പും വിദ്വേഷവും ഒക്കെ ഗൗരിയമ്മ തുറന്നങ്ങട്ട് അടിച്ച്, എന്നിട്ട് പറഞ്ഞ് ഇതൊക്കെയാണെങ്കിലും ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ആ ചെറുക്കൻ വന്ന് എന്നെ തോപ്പിക്കുമായിരുന്നു, അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ. അങ്ങനെ എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു ഗൗരിയമ്മ എന്നെ കണ്ട്. ഞാൻ എല്ലാ പിറന്നാളിനും ജയിച്ചതിന് ശേഷം പോകുമായിരുന്നു. ഷാൾ അണിയിക്കും, അല്ലെങ്കിൽ ഒന്ന് കൊടുക്കും. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു.